ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു വീഡിയോ ഉണ്ട്. ഇത് കണ്ടവരെല്ലാം ഒന്ന് ഞെട്ടിക്കാണും. കാരണം അത്രമാത്രം ക്രൂരമായ മർദ്ദന രംഗങ്ങളാണ് ആ വീഡിയോയിലുള്ളത്. KSU തൃശൂർ ജില്ലാ പ്രസിഡന്റായ ഗോകുൽ ഗുരുവായൂരും കൂടെയുള്ള ഗുണ്ടാ സംഘവും തൃശൂർ സോണൽ കലോത്സവത്തിൽ പങ്കെടുക്കാനെത്തിയ ഒരു വിദ്യാർത്ഥിയെ അതിക്രൂരമായി മർദ്ദിക്കുന്നതാണ് വീഡിയോ. നിലത്ത് വീണ് കരയുന്ന വിദ്യാർത്ഥിയെ വീണ്ടും വീണ്ടും വളഞ്ഞിട്ടാക്രമിക്കുന്ന ഭീകര ദൃശ്യം. KSU ജില്ലാ പ്രസിഡന്റിന്റെ ഇരുമ്പുദണ്ട് ഉപയോഗിച്ചുള്ള മാരക അടിയേറ്റ വിദ്യാർത്ഥിയുടെ നില അതീവ ഗുരുതരമാണ്. SFI യൂണിറ്റ് സെക്രട്ടറിയായ ആഷിഖാണ് മരണത്തോട് മല്ലടിച്ച് ചികിത്സയിൽ കഴിയുന്നത്. KSUക്കാരുടെയും സഖ്യകക്ഷികളുടെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ പുതിയതൊന്നുമല്ല. മലപ്പുറം സോണൽ കലോത്സവത്തിന് അപ്പീൽ നൽകാൻ വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിൽ പോയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരെ സംഘാടകരായ MSF നേതാക്കൾ ഭീകരമായി മർദ്ദിച്ചത് 2 ദിവസങ്ങൾക്ക് മുൻപാണ്. ഇതിന്റെ 2ാം ഭാഗമാണ് നേരത്തെ സൂചിപ്പിച്ച വീഡിയോയിലുള്ളത്. വിധി നിർണയത്തിലുണ്ടായ പാളിച്ച ചൂണ്ടിക്കാണിച്ച വിവിധ കോളേജുകളിലെ വിദ്യാർത്ഥികളെയാണ് KSU ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ അതിഭീകരമായി മർദ്ദിച്ചത്. വേറെയുമുണ്ട് അക്രമ ദൃശ്യങ്ങൾ. ഇതുപോലൊരു യൂണിവേഴ്സിറ്റി യൂണിയൻ കലോത്സവത്തിൽ വെച്ചാണ് കുട്ടനല്ലൂർ കോളേജിലെ SFI നേതാവ് കൊച്ചനിയനെ KSU ഗുണ്ടകൾ കുത്തിക്കൊന്നത്. സമാനമായ രീതിയിൽ കോളേജ് യൂണിയൻ ഭാരവാഹികളെയും SFI പ്രവർത്തകരെയും കലോത്സവ വേദികളിൽ വെച്ച് തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുകയാണ് MSF KSU ഗുണ്ട സംഘം. KSU നേതാവ് തല്ലിച്ചതയ്ക്കുന്ന ഒരു വീഡിയോ വന്നിട്ടും പക്ഷേ മാധ്യമങ്ങൾക്ക് ഇത് SFI KSU സംഘർഷമാണത്രേ. മാത്രവുമല്ല, പരിക്കേറ്റ KSU പ്രവർത്തകർ സഞ്ചരിച്ച ആംബുലൻസ് SFI പ്രവർത്തകർ തകർത്തു എന്നുമാണ് മാപ്രകളുടെ വ്യാഖ്യാനം. ഇത് പൂർണ്ണമായും തെറ്റായ വാർത്തയാണ്. കലോത്സവ നടത്തിപ്പിലെ കഴിവുകേട് മറച്ചുവെക്കാൻ പരാതി പറഞ്ഞ മത്സരാർത്ഥികളെയും വിദ്യാർത്ഥികളെയും നിർദ്ദയം മർദ്ദിച്ച സംഭവത്തെ പോലും SFIക്കെതിരെ തിരിച്ചുവിടാൻ ശ്രമിക്കുന്ന മാധ്യമങ്ങളെന്ന അധമ കൂട്ടങ്ങളെ ജനം കൈകാര്യം ചെയ്യുന്ന കാലം വിദൂരമല്ല.